ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും തമിഴ്നാടിൻ്റെ ഒരു ക്വിസിനാണ് ചെയ്യാൻ പോകുന്നത്. നല്ല എന്താണ്, സോറാണ്, സ്വീറ്റാണ്, അത് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചെയ്യുന്നത്. ഇതിനെ പല പേരിൽ അറിയപ്പെടും. അതായത് ചിലയിടത്ത് ഇഞ്ചിപ്പുളി എന്ന് പറയും, ഇഞ്ചിക്കറി എന്ന് പറയും, പുളി ഇഞ്ചി എന്നും പറയും. പിന്നെ ഇതിൻ്റെ കൂടെ ഏത് സീസണിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതായത് നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് സദ്യ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു തൊട്ടു കൂട്ടുകറിയായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ സാധാരണ ചോറിൻ്റെ കൂടെ നമ്മൾക്ക് കഴിക്കാം. പിന്നെ ഈ നൊയമ്പ് സീസണിൽ, ലെൻ സീസണിൽ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ നമുക്ക് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്തിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി ചെയ്യുന്നതിനായിട്ട് ഞാൻ ഏകദേശം ഒരു വലിയ നാരങ്ങ വലിപ്പമുള്ളതായ താമരിൻ പിഴുപുളിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാം. നന്നായിട്ട് ഈ പുളി ഈ വെള്ളവുമായിട്ട് റബ്ബ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനിവിടെ ഒരു 250 ml കപ്പ്, അതായത് 1 കപ്പ് ഇഞ്ചി നല്ലതായിട്ട് അത് പീൽ ചെയ്ത ശേഷം അത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തതും, പിന്നെ അതുപോലെ തന്നെ ഒരു 10 to 15 നമ്പേഴ്സ് ഓഫ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ഫ്രൈ ചെയ്യുക. ഈ കടായിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. നമുക്ക് വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് തമിഴ്നാട്ടിലും അവരുടെയും കൂടി ഒരു ക്വിസിൻ ആയതുകൊണ്ട് അവർ നല്ലെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിൽ അല്ലെ എള്ളെണ്ണ ആണ് അവരുപയോഗിക്കുന്നത്. നമുക്ക് ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലിൽ അല്ലെങ്കിൽ തേങ്ങാ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ ഇഞ്ചി എടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇത് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റുക. ഞാൻ ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തു. ആ സെയിം എണ്ണയിൽ തന്നെ ഏകദേശം ഒരു 10 മുതൽ 15 വരെ ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് ഇതേപോലെ അതോടൊപ്പം തന്നെ കുറച്ച് കറി ലീഫ് കൂടി ഇട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ രണ്ടിനും കൂടെ, അതായത് എനിക്ക് കടായിൽ ഞാൻ ആകെ 5 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്മോൾ ഓനിയന് കട്ട് ചെയ്തതും ഗോൾഡൻ ബ്രൗൺ ആയി, അത് നമ്മൾ പിന്നെ എടുത്ത് മാറ്റുക. ഇത് രണ്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇത് ഒന്ന് തണുത്ത ശേഷം ഒന്നിൽ ചോപ്പറിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ആ സെയിം ഓയിലിൽ തന്നെ ഒരു 2 പച്ചമുളക്, അത് ഈ പച്ചമുളക് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് 3 ആയാലും 4 ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 പച്ചമുളകാണ്. അത് എരിവനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. അതിലേക്ക് അല്പം ഒരു തണ്ട് കറി ലീഫ് കൊടുക്കുന്നു. ആ പച്ചമുളക് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളകാണ് ചേർത്തേക്കുന്നത്. ഇത്
ഒന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ എന്താ പറയുന്നത് പൊടികൾ കരിയത്തില്ല. അതിൻ്റെ ആ പച്ച മണം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി സോക്ക് ചെയ്തില്ലേ, അത് നല്ലതായി പുളി നന്നായിട്ട് റബ് ചെയ്ത് അതിൻ്റെ ഇത് ഈ പുളിവെള്ളം ഇത് ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ തിളച്ചതിലേക്ക് ഞാൻ ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തതായ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു. ഇത് ഒരു 2 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് ഒന്ന് കുക്കാകട്ടെ. 2 മിനിറ്റ്സ് കഴിഞ്ഞു, നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് ശർക്കര പൗഡർ, ജാഗറി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജാഗറി ഇല്ല ബ്ലോക്കാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് ചെറുതായിട്ടാക്കിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ, 6ഓ 7ഓ മധുരം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചേർക്കുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് വെള്ളമെല്ലാം പറ്റി ഒരു തിക്ക് ഫോമിലായി ആകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ജിഞ്ചർ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ അനിയൻ ഫ്രൈ ചെയ്യുന്നതും എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, നമ്മളുടെ ഉപ്പ് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ഇതിനോട് ചേർക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇപ്പോൾ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ അല്പം കൂടെ തിക്കാകും. ഞാനിത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ലാസ്റ്റ് സീസണിങ് അല്ലെ താളിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഞാൻ കടുക് താളിക്കാൻ വേണ്ടി ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക് ഡ്രൈ ചില്ലി കട്ട് ചെയ്തെടുത്തത്. ഇത് വന്ന് ഒരു 1/4 ടീസ്പൂണ് ഹിങ് പൗഡർ അല്ലെ എന്താ പറയുക കായപ്പൊടി, പിന്നെ ഫെനിഗ്രീക്ക് പൗഡർ അല്ലെങ്കിൽ ഉലുവാപ്പൊടി അതും 1/4 ടീസ്പൂണ്. കടുകിടുകയാണേ. മുളക് ഇട്ടു, പിന്നെ അല്പം കറി ലീഫ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. അതിലേക്ക് ഓഫ് ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഇടാൻ പോകുന്ന ഈ പൊടികൾ, അതായത് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഉടനെ നമ്മളിത് യൂസ് ചെയ്യരുത്. ഒരു മിനിമം ഒരു 5 hours എങ്കിലും വെളിയിൽ വെച്ച ശേഷം ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റെഫ്രിജറേറ്ററിൽ നമ്മൾ നല്ല ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം, അതായത് 3 to 4 വീക്സോളം ഒരു കുഴപ്പം കൂടാതെ ഇരിക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കി നിങ്ങൾ എൻജോയ് ചെയ്ത് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി എന്തിൻ്റെ കൂടെ ഏത് സമയത്ത് നമുക്കിത് കഴിക്കാം.